വൈകുന്നേരം ചായക്കൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അവർക്ക് ഇഷ്ടപ്പെട്ട ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങാത്ത പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലത്തെ വലിയ ഗ്രേറ്ററിലൂടെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും. ഈ ഒരു വെള്ളം നമ്മൾ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ആ ഒരു ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് സോഫ്റ്റായിട്ട് വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കഴുകിയെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെള്ളം മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പിഴിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് നമുക്ക് ഉണക്കിയെടുത്താലും മതിയാകും. നന്നായിട്ട് വെള്ളപ്പറ്റി മാറ്റിയെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് അതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. എരിവിന് പാകത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, നമ്മളുടെ വറ്റൽമുളക് ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്ന ആ ഒരു ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന് നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവ് റാഗിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പൊടി ചേർക്കുന്നോ അത് 1/2 കപ്പ് ചേർത്താൽ മതി. ഒന്നിക്ക് മുഴുവൻ റാഗിപ്പൊടിയിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല. ആദ്യം ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളുടെ ഉരുളക്കിഴങ്ങിലൊക്കെ അത്യാവശ്യം വെള്ളത്തിൻ്റെ പറ്റ് കാണും. ആ ഒരു പറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു കൂട്ട് കറക്റ്റ് പാകത്തിനായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. നേരത്തെ ഉള്ള പോലെയല്ല, നേരത്തെ നല്ല ഹാർഡായിരുന്നു. ഇപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അഥവാ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടേക്ക് ഇതാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഒരു ചെറിയ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അഥവാ പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പം എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഒന്ന് കവർ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദയിൽ ഒന്ന് ചെറുതായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കവറിങ്ങും കിട്ടും. ചെറുതായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് നമ്മളങ്ങനെ മൈദയിൽ മുക്കിയെടുക്കുന്നൊന്നുമില്ല. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഞാനിവിടെ എടുത്തിട്ടില്ല, കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ മൈദയിൽ കോട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദയിൽ കോട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടിപ്പോകുകയോ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അനക്കാതെ വെക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം അനക്കാതെ വെക്കുക. ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ മറിച്ചിടാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ കുടിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഇതുപോലെ ഇരിക്കുന്നത് നമ്മൾ റാഗിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ്.
അപ്പോൾ ദാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ഞാനിവിടെ 2-3 പച്ചമുളക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.